ആ മദീന കണ്ടവരാർക്കും ആശ തീർന്നില്ല. 1000 വർഷം മുമ്പ് നബിത്തങ്ങൾ വിശ്വസിച്ച തുബ്ബ രാജാവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നബിത്തങ്ങൾ ജനിക്കുന്നതിന് 1000 വർഷം മുമ്പ് മദീനത്ത് നബിത്തങ്ങളെ കാത്തിരുന്ന 400 വീട്ടുകാരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ലോകം അടക്കി ഭരിച്ച രാജാവായിരുന്നു തുബ്ബ ഒന്നാമൻ എന്നുള്ള രാജാവ്. അദ്ദേഹം തൻ്റെ പ്രജകളെ കൂട്ടി ഓരോരോ നാടുകൾ ചുറ്റിക്കാണാൻ വേണ്ടി സഞ്ചരിച്ചു. അദ്ദേഹത്തിനോടുകൂടെ 100,000-ഓളമുള്ള സൈന്യമുണ്ടായിരുന്നു. ഓരോരോ നാട്ടിൽ പോയി ആ നാട്ടിലെ കാര്യങ്ങളൊക്കെ പഠിച്ചു. ആ നാട്ടിൽ നിന്നും പണ്ഡിതന്മാരെ തൻ്റെ സൈന്യത്തിൽ കൂട്ടി അങ്ങനെ ഒരു വലിയ സംഘമായി കൊണ്ട് അവരങ്ങനെ സഞ്ചരിക്കുകയാണ്. അങ്ങനെ തുബ്ബ രാജാവും തൻ്റെ സൈന്യവും ഷറഫാക്കപ്പെട്ട മക്ക മുക്കറമയിലേക്ക് പ്രവേശിച്ചു. മക്കയിലേക്ക് പ്രവേശിച്ചപ്പോൾ മക്കാരൊന്നും അദ്ദേഹത്തെ മൈൻഡ് ചെയ്തില്ല. തുബ്ബ രാജാവിനെ പരിഗണിച്ചില്ല. അദ്ദേഹത്തിന് വേണ്ട വില കൽപ്പിക്കാതിരുന്നപ്പോൾ അലൈഹിം തുബ്ബ രാജാവിന് ദേഷ്യം വരികയാണ്. തുബ്ബ രാജാവ് കോപിതനാവുകയാണ്. ഞാൻ ഓരോരോ നാട്ടിൽ പോകുമ്പോൾ അവരെന്നെ ബഹുമാനിക്കുന്നു, എന്നെ പരിഗണിക്കുന്നു. മക്കാരാരും എന്നെ പരിഗണിക്കുന്നില്ല, എന്നെ ബഹുമാനിക്കുന്നില്ല. എന്താണ് അതിന് കാരണമെന്ന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞത് ഇവർക്കൊരു ഭവനമുണ്ട്, അതിന് കഅബ എന്നാണ് പറയപ്പെടുക. ഇവരാ കഅബ ഷരീഫിനെ ബഹുമാനിച്ചുകൊണ്ട് അതിൻ്റെ മേൽ അഹങ്കരിച്ചുകൊണ്ട് നടക്കുകയാണ്. അതുകൊണ്ടാണ് ഇവർ നിങ്ങളെ ബഹുമാനിക്കാത്തത്, നിങ്ങളെ പരിഗണിക്കാത്തതെന്ന് തുബ്ബ രാജാവിന് വിവരം കിട്ടുകയാണ്. കോപിതനായ തുബ്ബ രാജാവ് തീരുമാനിക്കുകയാണ്, കഅബ ഷരീഫിനെ ഞാൻ തകർക്കും, കഅബ ഷരീഫിനെ പൊളിക്കപ്പെടണം, ഇവിടുത്തെ പുരുഷന്മാരെ വധിക്കണം, സ്ത്രീകളെ അടിമയാക്കണമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ആ തീരുമാനമെടുത്തപ്പോൾ അല്പസമയങ്ങൾക്ക് ശേഷം അതാ അള്ളാഹുവിൻ്റെ ഭവനമാണല്ലോ കഅബ ഷരീഫ്, അതിനെ അള്ളാഹു തന്നെ സംരക്ഷിക്കുമല്ലോ. തുബ്ബ രാജാവിന് ഒരു രോഗം പിടിപെടുകയാണ്. ഒരു മാരകമായ അസുഖം തുബ്ബയിനെ പിടിപെടുകയാണ്. തുബ്ബ രാജാവിൻ്റെ ചെവിയിൽ നിന്നും തുബ്ബ രാജാവിൻ്റെ മൂക്കിൽ നിന്നൊക്കെ ഒരു ദ്രാവകം പുറത്തു വരികയാണ്. നല്ല ദുർഗന്ധമുള്ള, ജനങ്ങൾ അകന്നു പോകുന്ന, ദുർഗന്ധം വമിക്കുന്ന ഒരു ദ്രാവകം പുറത്തു വരികയാണ് തുബ്ബ രാജാവിൻ്റെ. അദ്ദേഹത്തിന് കൂടെയുള്ള ജനങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ മന്ത്രിമാർക്കും സൈന്യത്തിനൊക്കെ സഹിക്കാൻ കഴിയാത്ത ദുർഗന്ധമുള്ള ഒരു ദ്രാവകം പുറത്തു വരികയാണ്. അങ്ങനെ തുബ്ബ രാജാവ് തൻ്റെ കൂടെയുള്ള ഡോക്ടർമാരെ വിളിക്കുകയാണ്, വൈദ്യന്മാരെ വിളിക്കുകയാണ്. എൻ്റെ അസുഖത്തിന് മരുന്ന് നിങ്ങൾ കണ്ടെത്തണം, എൻ്റെ പ്രയാസത്തിന് ഒരു പരിഹാരം നിങ്ങൾ കാണിച്ചു തരണമെന്ന് പറഞ്ഞുകൊണ്ട് തുബ്ബ രാജാവ് തൻ്റെ കൂടെയുള്ള വൈദ്യന്മാരെയൊക്കെ വിളിച്ചു. വൈദ്യന്മാരൊക്കെ ഒരുപാട് വൈദ്യം നടത്തി നോക്കി. എന്നിട്ടും തുബ്ബ രാജാവിൻ്റെ ഈ അസുഖം മാറുന്നില്ല, ഈ പ്രയാസത്തിന് ഒരു പരിഹാരം ലഭിക്കുന്നു. തുബ്ബ രാജാവിൻ്റെ വൈദ്യന്മാര് പറഞ്ഞു, ഞങ്ങൾക്ക് ഭൂമിയിൽ നിന്നുള്ള അസുഖങ്ങളാണ് മാറ്റാൻ കഴിയുക. നിങ്ങളുടെ അസുഖം അത് ഭൂമിയിൽ നിന്നുള്ള അസുഖമല്ല, അത് ആകാശത്ത് നിന്നുള്ള അസുഖമാണ്, അത് അള്ളാഹുവിൻ്റെ കോപമാണെന്ന് തുബ്ബ രാജാവിൻ്റെ വൈദ്യന്മാർ രാജാവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അവർ ചോദിച്ചു, നിങ്ങൾ അള്ളാഹുവിൻ്റെ ഭവനമായ കഅബ ഷരീഫ് ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്തെങ്കിലും കരുതിയിട്ടുണ്ടോ, എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ രാജാവ് പറഞ്ഞു, ഞാൻ ആ ഭവനത്തെ തകർക്കാൻ, പൊളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നെ മക്കാരാരും മൈൻഡ് ചെയ്യുന്നില്ല, എന്നെ അവർ പരിഗണിക്കാതെ വന്നപ്പോൾ എനിക്ക് ദേഷ്യമായി കൊണ്ട് ഞാൻ ഈ ഭവനം, അള്ളാഹുവിൻ്റെ കഅബ ഷരീഫിനെ തകർക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ വൈദ്യന്മാർ പറഞ്ഞു, അതാണ് കാരണം, അള്ളാഹുവിൻ്റെ ഭവനത്തെ നിങ്ങൾ തകർക്കാൻ ഉദ്ദേശിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ അസുഖം വന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞപ്പോൾ തുബ്ബ രാജാവ് തൻ്റെ ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറുകയാണ്. അതോടുകൂടി തുബ്ബ രാജാവിൻ്റെ ആ അസുഖം തന്നെ മാറുകയാണ്, ശമനം ലഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കഅബ ഷരീഫിൻ്റെ പവിത്രത, മഹത്വം മനസ്സിലാക്കിയ തുബ്ബ രാജാവ് കഅബ ഷരീഫിന് കില്ല പുതപ്പിക്കുകയാണ്. അതിനെ ബഹുമാനിച്ചുകൊണ്ട്, അതിനെ ആദരിച്ചുകൊണ്ട് കഅബ ഷരീഫിന് ഒരു പുതപ്പ്, കില്ല പുതപ്പിക്കുകയാണ്. അങ്ങനെയാണ് ആദ്യമായി കൊണ്ട് കഅബ ഷരീഫിന് കില്ലകൾ ഉണ്ടാകുന്നത്, കിസ്വ ഉണ്ടാകുന്നത്. ലോകത്ത് ആദ്യമായി കൊണ്ട് കഅബ ഷരീഫിന് കില്ല പുതപ്പിച്ച വ്യക്തി അത് തുബ്ബ രാജാവാണെന്ന് കിതാബിൽ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്.
അങ്ങനെ തുബ്ബ രാജാവും തൻ്റെ സൈന്യവും മക്ക മുക്കറമയിൽ നിന്നും യാത്ര തിരിച്ച് അവർ വീണ്ടും യാത്ര തുറന്നു. അങ്ങനെ അവർ ഷറഫാക്കപ്പെട്ട മദീന മുനവ്വറയിലേക്ക് പ്രവേശിക്കുകയാണ് തുബ്ബ രാജാവും തൻ്റെ സൈന്യവും. യസ്രിബ് എന്ന പേരിൽ അറിയപ്പെടുന്ന മദീന മുനവ്വറയിലേക്ക് അവർ പ്രവേശിച്ചു, അവിടെ താമസിച്ചു. ആ നേരത്താണ് തുബ്ബ രാജാവിൻ്റെ കൂടെയുള്ള പണ്ഡിതന്മാരായ സൈന്യം അവരൊരു തീരുമാനമെടുക്കുകയാണ്, സുപ്രസിദ്ധമായ തീരുമാനം. അവർക്ക് മനസ്സിലായി ഇത് ഷറഫാക്കപ്പെട്ട മദീനയാണ്, അവസാന പ്രവാചകൻ ഇങ്ങോട്ടേക്കാണ് ഹിജ്റ വരുന്നത്. അതുകൊണ്ട് നമ്മളിനി ഈ പവിത്രമായ ഭൂമി വിട്ടുകൊണ്ട് മറ്റെങ്ങോട്ടും പോകുന്നില്ല, നമ്മൾക്ക് ഇവിടെ താമസിക്കാമെന്ന് അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ തുബ്ബ രാജാവിനോട് ആ കാര്യം അവർ അറിയിക്കുകയാണ്. ഞങ്ങളിനി നിങ്ങളുടെ കൂടെ വരുന്നില്ല, ഞങ്ങൾ ഇവിടെ താമസിക്കുകയാണ്. ആഖിറു സമാനിന്റെ പ്രവാചകനായ നബി മുഹമ്മദ് മുസ്തഫ ഇങ്ങോട്ടേക്കാണ് ഹിജ്റ വരുന്നത്, അതുകൊണ്ട് ഞങ്ങളിവിടെ താമസിക്കുകയാണ്. ആ നബിയെ ഞങ്ങൾക്ക് കാണണം, ഞങ്ങൾക്ക് കാണാൻ സാധിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങളുടെ സന്താന പരമ്പര ആ നബിയെ കാണണം, ആ നബിയെ വിശ്വസിക്കണം. അതുകൊണ്ട് തുബ്ബ രാജാവെ, ഞങ്ങൾ നിങ്ങളുടെ കൂടെ വരുന്നില്ല. തുബ്ബ രാജാവിൻ്റെ സൈന്യത്തിലുള്ള പണ്ഡിതന്മാര് തുബ്ബ രാജാവിനെ അറിയിക്കുകയാണ്. ആ സമയം തുബ്ബ രാജാവും ആ നബി തങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് ആ നബി തങ്ങളെ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു വർഷക്കാലത്തോളം തുബ്ബ രാജാവ് നബി തങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് തുബ്ബ രാജാവും തൻ്റെ സൈന്യവും അവിടെ താമസിക്കുകയാണ്. ഒരു വർഷമായി നബി തങ്ങളെ കാണാതായപ്പോൾ തൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി തുബ്ബ രാജാവ് മറ്റിടങ്ങളിലേക്ക് പോകാൻ തീരുമാനിച്ചപ്പോൾ നബി തങ്ങൾ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടി ഒരു കത്ത് എഴുതി തൻ്റെ സൈന്യത്തെ ഏൽപ്പിക്കുകയാണ്. അമ്മാ ബാദ് യാ മുഹമ്മദ് ഇന്നി ആമൻതു ബിക വ കിതാബികല്ലദീ ഉൻസില അലൈക എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കത്ത്. മുഹമ്മദ് നബിയെ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നുണ്ട്, അങ്ങയുടെ കിതാബിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, അങ്ങയുടെ ഷഫാഅത്ത് എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്ത് അവിടെ കൊടുത്ത് തുബ്ബ രാജാവ് അവിടെ നിന്ന് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നബി തങ്ങൾ ജനിക്കുന്നതിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം നബി തങ്ങൾ മക്കയിൽ ജനിച്ചു. അവിടെ നിന്ന് നബി തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നപ്പോൾ അവരുടെ പിൻഗാമികൾ നബി തങ്ങൾക്ക് അവർ ആ കത്ത് കൈമാറുകയാണ്. നബി തങ്ങൾ ജനിക്കുന്നതിന് 1000 വർഷം മുമ്പ് നബി തങ്ങൾ വിശ്വസിച്ച തുബ്ബ രാജാവിൻ്റെ കത്ത് അവരുടെ സന്താന പരമ്പര ബഹുമാനപ്പെട്ട നബി തങ്ങൾക്ക് കൊടുക്കുകയാണ്. അങ്ങനെ നബി തങ്ങൾ ആ കത്ത് വായിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി നബി തങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നബി തങ്ങൾ ജനിക്കുന്നതിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് നബി തങ്ങളെ കുറിച്ച് മനസ്സിലാക്കി, നബി തങ്ങളെ കുറിച്ച് പഠിച്ച് നബി തങ്ങൾ വിശ്വസിച്ച തുബ്ബ രാജാവ്, അതുപോലെ തന്നെ നബി തങ്ങൾ ഈ നാട്ടിലേക്ക് വരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ നാട്ടിൽ നബി തങ്ങളെ കാത്തിരുന്ന 400 കുടുംബങ്ങൾ, നബി തങ്ങൾ ജനിക്കുന്നതിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് മദീനത്ത് നബി തങ്ങളെ കാത്തിരുന്ന 400 കുടുംബങ്ങൾ. സല്ലല്ലാഹു അലൈഹി യാ റസൂലല്ലാഹ്. ആ നബി തങ്ങളെ കുറിച്ച് കൂടുതൽ പഠിക്കാനും പിൻപറ്റാനും അള്ളാഹു നമ്മൾ ആ മദീന കണ്ടവരാർക്കും ആശ തീർന്നില്ല, ആസവീധം